പോളണ്ടിലെ ഗ്ലോട്ടോവയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1290 ലൂതറൻസ് പോളണ്ട് കീഴടക്കി. രൂക്ഷമായ രക്തച്ചൊരിച്ചിലോട് കൂടിയ ആക്രമണം വളരെ നാശനഷ്ടങ്ങൾ വരുത്തി. ആക്രമണത്തെ ഭയന്ന് ഗ്ലോട്ടോവയിലെ ഇടവക വൈദികൻ സ്വർണ്ണ കുസ്തോദി ദേവാലയത്തിന് അടുത്തുള്ള ഒരു വയലിൽ കുഴിച്ചിട്ടു. അതിൽ തിരുവോസ്തി ഉണ്ടായിരുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു കർഷകൻ വയലെടുത്തപ്പോൾ സ്വർണ്ണ കുസ്തോദി തിരുവോസ്തിയോടുകൂടെ തിരികെ ലഭിച്ചു. നില മുഴുവൻ ഉപയോഗിച്ച കാളകളുടെ വിചിത്രമായ പെരുമാറ്റമാണ് സ്ഥലം കുഴിക്കാനും തിരുവോസ്തി കണ്ടെത്താനും കർഷകനെ സഹായിച്ചത്. കണ്ടുകിട്ടുമ്പോൾ തിരുവോസ്തിക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. വയലിൽ കണ്ടെത്തിയ തിരുവോസ്തികൾ ഡ്രോബെമിയാസ്റ്റോ ദേവാലയത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിലും അവ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ആദ്യം കണ്ടെത്തിയ വയലിൽ നിന്ന് തന്നെ വീണ്ടും കണ്ടെടുക്കുകയും ചെയ്തു. അതിനാൽ ആ സ്ഥലത്ത് ചെറിയൊരു ദേവാലയം പണിത് തിരുശേഷിപ്പ് ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഗ്ലോട്ടോവയുടെ പ്രസിദ്ധി നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. 1726 ജൂലൈ 24 ബിഷപ്പ് ക്രിസ്റ്റോ പൊട്ടോക്കി പുതിയ ദേവാലയം ആശീർവദിക്കുകയും ചെയ്തു. 1290 മുതൽ ഇപ്പോഴും യാതൊരുവിധ വ്യതിയാനങ്ങൾക്കും വിധേയമാകാത്ത അത്ഭുത തിരുവോസ്തിയെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ നിരവധി തീർത്ഥാടകർ ഈ ദേവാലയത്തിൽ എത്തുന്നു.